ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ T20 വേൾഡ് കപ്പിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ വൈകുന്നേരം 7 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് ടീമുകൾക്കും. ആര് ജയിക്കുന്നോ അവർ സെമിയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ പെയ്യുകയോ അങ്ങനെ കളി നടക്കാതിരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇരു ടീമുകളും ഒരേ പോയിന്റ് പങ്കിടുകയും വെസ്റ്റ് ഇൻഡീസ് സെമിയിലേക്ക് മുന്നേറുകയും ചെയ്യും. കാരണം നെറ്റ് റൺ റേറ്റ് വെസ്റ്റ് ഇൻഡീസിനാണ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ കൊൽക്കത്തയിൽ മഴയുടെ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ മത്സരം പൂർണ്ണമായിട്ടും നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, ഓൾറെഡി സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് ടീമുകൾ ഓൾറെഡി സെമി ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം അവരോടൊപ്പം മത്സരിക്കാനായിട്ട് രണ്ടാം സ്ഥാനക്കാരായിട്ട് ആരെത്തും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം 7 മണി തൊട്ടുള്ള മത്സരത്തിൽ അറിയാൻ പോകുന്നത്. സെമിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടായിരിക്കും എതിരാളികൾ. അതായത് ഇന്ത്യ ആണോ വെസ്റ്റ് ഇൻഡീസ് ആണോ കയറുന്ന അവരുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടായിരിക്കും. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സഞ്ജു വി സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചു വന്നു. അദ്ദേഹം നല്ലൊരു തുടക്കം നൽകാനായിട്ട് സിംബാബ്വെക്കെതിരെ മത്സരത്തിൽ നൽകാനായിട്ട് സഞ്ജു വി സാംസൺ സാധിച്ചു. അതുപോലെ താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ എല്ലാ മത്സരങ്ങളിലും താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന അഭിഷേക് ശർമ്മ ഫോമിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതും ഇന്ത്യക്ക് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഇന്ത്യയുടെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇഷാൻ കിഷൻ ബണ്ടൗൺ വരുന്നു. ഇഷാൻ കിഷനും വളരെ നല്ലൊരു ഫോമിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് സൂര്യകുമാർ യാദവ്, അദ്ദേഹവും വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ലൊരു ഫോമിൽ തന്നെയാണ്. ഒരു ടോപ്പ് 5 പ്ലേയേഴ്സിൽ ഈ വിക്കറ്റിലെ റൺസ് നേടിയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5-ലുള്ള ഒരാൾ തന്നെയാണ് സൂര്യകുമാർ യാദവ്, ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ്. അതിനടുത്തായിട്ട് തിലക് വർമ്മ നമുക്കറിയാം, ഇതിന് മുന്നേയുള്ള മത്സരങ്ങളൊക്കെ തന്നെ 1 ഡൗൺ ഇറങ്ങി കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ സിംബാബ്വെക്കെതിരെ മത്സരത്തിൽ അദ്ദേഹം കുറച്ച് മിഡിലേക്ക് ഇറങ്ങുകയും വളരെ തകർപ്പൻ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാനായിട്ട് തിലക് വർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, ഹസർ പട്ടേൽ, ശിവൻ ഡുവൈ തുടങ്ങിയ ബാറ്റ്സ്മാൻമാരും വളരെ വേഗത്തിൽ സ്കോർ ഉയർത്താൻ ശേഷിയുള്ള ആളുകളാണ്. ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി ഇവരും മികച്ച ഫോമിൽ തന്നെയാണ്. നമുക്ക് ബുംറ നമുക്കറിയാം, ഏത് സാഹചര്യത്തിലും ഇന്ത്യക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബോളറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വജ്രായുധമാണ് ബുംറ. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് തുടക്കത്തിലുള്ള ഓവറുകളിലൊക്കെ തന്നെ നല്ല സിംഗോട് എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ്. വരുൺ ചക്രവർത്തിയുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് വേണം നമുക്ക് ഈഡൻ ഗാർഡനെ പറയാം. കാരണം അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്ലെയറാണ്. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയുന്ന പ്ലെയറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ മികച്ച ഒരു പ്രകടനം ഇന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെസ്റ്റ് ഇൻഡീസ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോയൻ പോപ്സും ബ്രണ്ടൻ കിങ്ങും ആയിരിക്കും അവർക്ക് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഓപ്പണിങ് ഒരു സെറ്റല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മികച്ച സ്കോറുകൾ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഷോയൻ പോപ്സാണ് പിന്നെ ഒരു അർദ്ധ സെഞ്ചുറിയൊക്കെ നേടിയിട്ടുള്ളത്. അത് പിന്നെ ഹെഡ്മേറും വളരെ മികച്ച ഫോമിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹം എപ്പോഴും ആദ്യ സമയത്ത് തന്നെ ഒരു അവസരം ഓപ്പോണൻ്റ് ടീമിന് നൽകാറുണ്ട്, ഒരു ക്യാച്ച് രൂപത്തിൽ. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളി ഫ്ലോപ്പ് ആകും. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഇന്നിങ്സ് അദ്ദേഹം കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ അവരുടെ ചേസും നല്ലൊരു പ്ലെയർ തന്നെയാണ്, ഒരു ഓഫ് സ്പിന്നറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന പ്ലെയേഴ്സൊക്കെ തന്നെ, റഫുഡ് ആയിക്കോട്ടെ, പവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെയ്സൺ ഹോൾഡർ ആയിക്കോട്ടെ, എല്ലാവരും കുറ്റിനടികൾക്ക് പേര് കേട്ട പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു മത്സരം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചാണ് ഈഡൻ ഗാർഡനെ നമുക്കറിയാം. ഒരു 180 അല്ലെങ്കിൽ ഒരു 200 റൺസ് വരെ ഒരു പാസ് സ്കോറായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയായിട്ട് ആദ്യ കളി മത്സരം ഈ സൂപ്പർ 8 മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ സാധ്യത വളരെ കുറവാണെന്നൊരു തോന്നലായിരുന്നു. അത് മാത്രമല്ല, രണ്ടാമത്തെ കളി സിംബാബ്വേനെ 1 മാർജിനിൽ പരാജയപ്പെടുത്താനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുകയും കൂടെ ചെയ്തുകൂടി ഇന്ത്യക്ക് ഇനി സെമി സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ എല്ലാവർക്കും സംശയമായിരുന്നു. എന്നാൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതോടു കൂടി, അല്ലെങ്കിൽ ഇന്ത്യ സിംബാബ്വേനെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇന്ത്യയുടെ സെമി സാധ്യത വീണ്ടും സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. സെമിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മുന്നേറാനും അങ്ങനെ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണയും ജേതാക്കളാവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് നമ്മൾ 2024 നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യ തന്നെയാണ്.
അപ്പോൾ ഇന്നേ വരെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ഒരു ടീമും കപ്പ് നേടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് നേടാൻ സാധിച്ച അതൊരു ചരിത്ര നേട്ടമായിരിക്കും. അതുപോലെ തന്നെ ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യം പോലും ഇന്നേ വരെ കപ്പ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും ചരിത്രമാണ്. അപ്പോൾ അതും ആ ചരിത്രം തിരുത്തി കുറിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും ഈ ഒരു കപ്പ് നേട്ടത്തിലൂടെ. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, സ്ട്രോങ് ടീമാണ്. അപ്പോൾ അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്ത്യയുടെ ബാറ്റിങ് ബോളിംഗ് ഒക്കെ തന്നെ വളരെ ശക്തമാണ്. ഫീൽഡിംഗ് ആണ് പിന്നെയും ചില സമയത്തൊക്കെ ഇന്ത്യ കൈ ചോരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. തുടക്കത്തിൽ സഞ്ജുവും അഭിഷേകും നൽകുന്ന ഒരു ആരംഭം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം തന്നെയായിരിക്കും ഇന്ത്യ മുന്നോട്ടുള്ള ഒരു ബാറ്റിങ്ങിന് കരുത്ത് പകരുന്നത്. ആ പവർ പ്ലേയിൽ എങ്ങനെ വന്നാലും ഒരു 50-55 റണ്ണ് അല്ലെങ്കിൽ 60 റണ്ണ് വിക്കറ്റ് നഷ്ടം കൂടാതെ എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിക്കറ്റൊക്കെ നഷ്ടത്തിലാണെങ്കിൽ പോലും ഒരു 50-60 റൺസ് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് തുടർന്നുള്ള ബാറ്റിംഗ് എളുപ്പമായിരിക്കും. ഫസ്റ്റ് തന്നെ ഇന്ത്യ സ്ട്രഗ്ലിങ്ങിലേക്ക് പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കോറിങ്ങിന് അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ കളിയിൽ സിംബാബ്വേയായിട്ട് 250+ സ്കോർ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അത് നല്ലൊരു തുടക്കം ഇന്ത്യക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് തുടർന്ന് വരുന്ന എല്ലാ ബാറ്റ്സ്മാന്മാരും വേഗത്തിൽ റൺ ഉയർത്താൻ കഴിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. ടീമിലോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് കഴിഞ്ഞ സിംബാബ്വേക്കെതിരെയുള്ള മത്സരത്തിൽ കളിച്ച അതേ ടീം തന്നെ ആവാനാണ് സാധ്യത. റിങ്കു സിംഗ് വീണ്ടും ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ പ്ലേയിനെ നിലനിർത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിഷേക് ശർമ്മ, സഞ്ജു വി സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ഡുബൈ, അസർ പട്ടേൽ, ബുംറ, അശ്വദീപ് സിംഗ്, വരുൺ ചക്രവർത്തി ഉൾപ്പെടെ നല്ലൊരു ടീമാണ് ഇന്ത്യക്കുള്ളത്. അപ്പം വളരെ മികച്ച ഒരു മത്സരത്തിനായിട്ട് നമുക്ക് എവർക്കും കാത്തിരിക്കാം. എല്ലാവരും മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാമെന്നറിയാം. ഇന്ന് സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കട്ടെ, ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനലിൽ അപ്ലോഡ് ചെയ്ത മറ്റേ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും പരിഗണിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.